പാഠം 924 പിടക്കോഴികൾ കൂവുന്ന കാലം. ആഹാ, പത്രം വന്നല്ലോ. ഇല്ലേ ഓഫീസർ അറിഞ്ഞില്ലേ? മോനേട്ടാ, കേരളത്തിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം പെരുകുന്നു. വിവിധ സർക്കാർ വകുപ്പുകളിൽ കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ സ്ത്രീകളുടെ എണ്ണം 30% വർദ്ധിച്ചു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും മത്സര പരീക്ഷകളിൽ ജയിക്കാനുള്ള കഴിവുമാണ് സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് തുണയാവുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളാകട്ടെ പുരുഷന്മാരെക്കാൾ സ്ത്രീ ജീവനക്കാരെ നിയമിക്കാൻ താല്പര്യക്കൂടുതൽ കാണിക്കുന്നത് ജോലിയിലുള്ള ആത്മാർത്ഥതയും അച്ചടക്കവും കണ്ടാണ്. ഇത് കണ്ടോ മോനട്ടാ? സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഇക്കണക്കിന് പോയാൽ ഒരു 50 കൊല്ലം കഴിയുമ്പോഴേക്കും സകല ഓഫീസിലും നിറയെ പെണ്ണുങ്ങളായിരിക്കും. ആണുങ്ങളൊക്കെ വല്ല തെങ്ങിന്റെ ചുവട് കളിക്കാനോ ചുവടെടുക്കാനോ പോകേണ്ടി വരും. ആ ഒരു കാലം പെട്ടെന്നൊന്ന് വന്നാ മതിയായിരുന്നേ. എന്നാ വായിച്ചോ. അങ്ങനെ ഒരു കാലം നീ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയുള്ളൂ. നടന്നു. എന്ത്? സർക്കാർ ഓഫീസിൽ പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു കാലമല്ലേ നിന്റെ സ്വപ്നം? അത് നടന്നത് തന്നെ. അതിലെന്താ എന്റെ മോഹനേട്ട ഇത്ര സംശയം? അത് നടക്കും. മോഹനേട്ടന് ജോലി കിട്ടിയപ്പോ ഓഫീസിൽ എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു? അധികം ആലോചിക്കാൻ നിൽക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞറിയാം. അന്ന് വില്ലേജ് ഓഫീസർ സുധാകര സാറ്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ മുകുന്ദൻ സാറ്, മോഹനേട്ടൻ, പിന്നെ ക്ലാസ് 4 വർഗീസേട്ടനും. ഇത്ര പേരിലായിരുന്നു. ആകെ 4 പേര്, 4 ആണുങ്ങൾ. ഇപ്പോഴോ മോഹനേട്ടൻ, ശിശുപാലൻ ചേട്ടൻ, പിന്നെ കാഞ്ചനയും സ്വയംപ്രഭയും. ആകെയുള്ള 4 പേരിൽ പകുതി പെണ്ണുങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ 7 കൊല്ലം കൊണ്ട് മോഹനേട്ടന്റെ ആഫീസിലെ പകുതി സ്ഥാനത്തും പെണ്ണുങ്ങളെത്തി. ഇനി ഒരു 7 കൊല്ലം കൂടി കഴിയുമ്പോ ആ ആഫീസിൽ മുഴുവനും പെണ്ണുങ്ങളായിരിക്കും. നീ പറഞ്ഞാ മതിയോ? സ്വയംപ്രഭയും കാഞ്ചനയ്ക്ക് ജോലി ഇടുന്ന ഇനിയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ജോലി ഇടുന്ന ആര് പറഞ്ഞു? സ്ഥിതി വിവരക്കണക്കുകൾ. മോനട്ട, കഴിഞ്ഞ കൊല്ലത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യത്തെ 10 റാങ്കുകളിൽ 6 പെണ്ണുങ്ങളായിരുന്നു. ഇത്തവണയോ 5. ചുരുക്കി പറഞ്ഞ 4-5 കൊല്ലം കഴിയുമ്പോഴേക്കും ആ പെണ്ണുങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ജില്ലയിലെ കളക്ടർമാരായിട്ട് വരും. ഈ അധികാരമുള്ള സ്ഥലങ്ങളിൽ എത്താത്തതുകൊണ്ടാണ് ഇതുവരെ പെണ്ണുങ്ങളെ രക്ഷപ്പെടാതിരുന്നത്. ഇപ്പൊ അവസ്ഥ മാറിയല്ലോ. വെറുതെ ഇങ്ങനെ കണക്കൂട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. 5-6 പെണ്ണുങ്ങൾക്ക് ജോലി കിട്ടി കാണും. അതുകൊണ്ട് നാട്ടിലെ ആണുങ്ങൾക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. 5-6 പെണ്ണുങ്ങൾ അല്ലല്ലോ മോഹനേട്ടാ. മോഹനേട്ടന്റെ വീട്ടിലെ കാര്യം തന്നെ എടുക്കാം. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല, അത് പോട്ടെ. പക്ഷെ മോഹനേട്ടന്റെ ഏട്ടൻ ചന്ദ്രേട്ടന്റെ ഭാര്യ സുമതി ചേച്ചിക്ക് ജോലിയില്ലേ? മോഹനേട്ടന്റെ ഭാര്യയായി എനിക്കോ നല്ല ഒന്നാന്തര ജോലിയുണ്ട്. അതായത് പണ്ട് ആണുങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു, പെണ്ണുങ്ങൾ വീട്ടിലിരുന്നു. കാലം മാറിയപ്പോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ജോലിയായി. ഇനി കുറേ കാലം കൂടെ കഴിയുമ്പോ ജോലി പെണ്ണുങ്ങൾക്ക് മാത്രമാവും, ആണുങ്ങള് വീട്ടിലിരിക്കും. പെണ്ണുങ്ങളോട് മത്സരിച്ചാൽ ആണുങ്ങൾ ജയിക്കാനേ പോകുന്നില്ല മോനട്ടാ. അതറിയാവുന്നുള്ളത് കൊണ്ടാണ് പണ്ടത്തെ ആണുങ്ങൾ പെണ്ണുങ്ങളെ അടുക്കളയിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരുന്നത്. ഇപ്പോഴോ പെണ്ണുങ്ങൾ ഇറങ്ങി തുടങ്ങി. അതോടെ ആണുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയി. ഒരു കുടുംബമാകുമ്പോ പരസ്പരമുള്ള വിട്ടുവീഴ്ച കൊണ്ടേ കാര്യങ്ങൾ നടക്കൂ. അല്ലാതെ ഭർത്താവ് പറയുന്നതെല്ലാം ഭാര്യ കേൾക്കണമെന്ന് പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല. അത് വാസ്തവാകാജിര സാറേ. ഇനിയുള്ള കാലത്ത് ആണുങ്ങളുടെ അമ്മാതിരി മുഷ്കൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ അല്ലാതെ
എന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ കെട്ടാൻ പോകുന്നതിനോട് കാര്യം പറയും. എന്റെ അഭിപ്രായം കൂടി ചോദിക്കാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുത്, എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം തരണം എന്നൊക്കെ പറയും. അങ്ങനെ നല്ല മനസ്സുള്ള ആളുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിച്ചാൽ മതി. എന്റെ പ്രൊഫസറെ, ഇതൊക്കെ പറയാൻ എളുപ്പമാ. പക്ഷെ കുടുംബജീവിതം വന്നാൽ എന്തുവരെ ഏർപ്പാടാണെങ്കിലും അതിനൊരു നാഥൻ ഉണ്ടാവണം. അല്ലാതെ ആണും പെണ്ണും ഒരുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാലൊന്നും ഒരു കാര്യവും നടക്കില്ല. കണ്ടോ കണ്ടോ കണ്ടോ, ശിശുപാലൻ ചേട്ടന് ദേഷ്യം വരുന്നുണ്ടോ? ഇതാണ് ആണുങ്ങളുടെ സ്വഭാവം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഇപ്പോ ഇതൊരു വില്ലേജ് ഓഫീസാണ്. ഇവിടെ നമ്മൾ 4 പേരും ജോലി ചെയ്യുന്നു. പക്ഷേ നമ്മൾ 4 പേരും ഒരുപോലെയാണോ? ആണോ? അല്ല. അല്ല. മോഹനേഷ സാറാണ് ഇവിടുത്തെ നാഥൻ. അതിന് താഴെ കാഞ്ചന സാർ, അതിന് താഴെ പ്രൊഫസർ, ഏറ്റവും താഴെ ഞാൻ. ശരിയല്ലേ? അതുപോലെയാണ് കുടുംബവും. അച്ഛനും അമ്മയും മക്കളും ഒക്കെ കാണും. പക്ഷേ അച്ഛനാണ് ഒന്നാമത്, കുടുംബനാഥൻ. അത് കഴിഞ്ഞ് അമ്മ, പിന്നെ മക്കൾ. അത് എന്ത് കണക്കാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണുങ്ങൾക്ക് മാത്രമേ കുടുംബം നടത്താൻ പറ്റുമെന്ന് ആരാ പറഞ്ഞത്? അല്ല, അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്. ശിശുപാലൻ ചേട്ടാ, നമ്മുടെ കളക്ടറേറ്റില് എത്ര ജീവനക്കാരുണ്ടാവും? 10-200 പേരുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? അത് കളക്ടറും. കളക്ടർ. നമ്മുടെ കളക്ടർ പെണ്ണല്ലേ? 10-200 പേരുള്ള കളക്ടറേറ്റും ഒരു ജില്ലയുടെ ഭരണവും നടത്തിക്കൊണ്ടു പോവാൻ ഒരു പെണ്ണിന് കഴിയുമെങ്കിൽ ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോവാനാണോ പാട്? ആണുങ്ങളെ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായി ഈ ലോകത്ത് എന്ത് കാര്യവും ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് കഴിയും. അതറിയാവുന്നത് കൊണ്ടാണ് ആണുങ്ങൾ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തത്. അതിന്റെ പേരിൽ പെണ്ണുങ്ങളെ പരമാവധി ഇടിച്ചു താഴ്ത്താൻ നോക്കും. എന്താ? സ്വന്തം സ്ഥാനം പോകുന്നുള്ള പേടി. പകരം നമുക്കൊരവസരം തന്നു നോക്കട്ടെ, അപ്പൊ കാണാം. അപ്പൊ പെണ്ണുങ്ങളെല്ലാം അവിടെ കരുതി കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ആണുങ്ങളെ മൂക്കി വലിച്ച് കയറ്റിക്കളയെന്ന് പറഞ്ഞ് നിങ്ങൾ പെണ്ണുങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്നിട്ട് ഇതുവരെ അത് നടന്നിട്ടില്ല. എങ്ങനെ നടക്കാനാ? ആണുങ്ങളോട് മത്സരിക്കാൻ സാമർഥ്യമുള്ള ഒരൊറ്റ പെണ്ണ് പോലെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. ജീവിതത്തിന്റെ സകല മേഖലകളിൽ ഇത്രയും കാലം ആണുങ്ങൾ കയ്യൂക്കൊണ്ട് ആളായി. ഒരവസരം കിട്ടിയാലേ ഇവിടെ കഴിവ് തെളിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ തന്നില്ല. പക്ഷെ തന്നപ്പോഴോ അവസരം കിട്ടിയ സകല സ്ഥലങ്ങളിലും ഇപ്പോ പെണ്ണുങ്ങൾ തന്നെയാ മുല്ല. വെറുതെ പറഞ്ഞാ മതി. എന്ത്? ഈ വീട്ടിലെ കാര്യം നമുക്ക് എടുക്കാം. ഞാൻ ഒരു വില്ലേജ് ഓഫീസർ, ഈ നാട്ടിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വില്ലേജ് ഓഫീസർ. നീയോ ഒരു ധാരാവയ്ക്കുമല്ലോ. LLB പരീക്ഷ കാണാപ്പാടം പഠിച്ച് പാസ്സാവാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടാത്തത് കൊണ്ട് നീ ഒരു വൈക്കോലായി. പക്ഷേ വില്ലേജ് ഓഫീസറുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാൽ നീ ബോധം കെട്ടി വീഴും. നമ്മുടെ രാജ്യത്ത് ഒരു സ്ത്രീ 14 വർഷം പ്രധാനമന്ത്രിയായിരുന്നു. അത് ഓർമ്മയുണ്ടോ? ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതിനെക്കാട്ടിലും വലിയ കാര്യമാണാവോ ഒരു വില്ലേജ് ഓഫീസർ ഭരിക്കുന്നത്? ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയോ ഒരു സ്ത്രീയാണ്. ലോകത്തെ 10-200 രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ തീരുമാനിക്കുന്നതും കൊണ്ടു നടക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമാണോ മോനട്ടാ? ഇനിയുണ്ട്. കാശ്മീരിലും രാജസ്ഥാനിലും ബംഗാളിലും എന്തിന് തമിഴ്നാട്ടിലും മുഖ്യമന്ത്രി പെണ്ണുങ്ങളാണ്. ഒരു സ്ത്രീ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. ലോകസഭയിലെ 541 MP-മാരെ നിയന്ത്രിക്കുന്ന സ്പീക്കർ ഒരു സ്ത്രീയാണ്. ഇതൊക്കെ ചെറിയ കാര്യമാണോ സാറേ? ഇത്രയല്ലേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത്രയല്ലല്ലോ ഉള്ളത്. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ഒരു സ്ത്രീയാണ്. ജർമ്മനിയുടെ പരമാധികാരിയായ ഏഞ്ചല മെർക്കൽ പെണ്ണല്ലേ? 2 മാസോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റും ഒരു സ്ത്രീ ആയിരിക്കും. അമേരിക്ക പ്രസിഡന്റിനെക്കാട്ടിലും വലിയ ആള് കാന്തല്ലൂർ വില്ലേജ് ഓഫീസർ ആണെന്ന് പറഞ്ഞ് മോഹനേട്ടൻ അന്നും ഇങ്ങനെ തെക്കും വടക്കും ആയിട്ട് നടക്കും.
മോഹനേട്ട ഇന്ത്യൻ വ്യോമസേനയില് ബോംബർ വിമാനങ്ങൾ വരെ പറത്തുന്ന പെണ്ണുങ്ങളുണ്ട്. കഷ്ടം. ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോലും അറിയാത്ത മോഹനേട്ടൻ എന്നിട്ടും ആണുങ്ങളാണ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നു. ഇനി ആണുങ്ങൾക്ക് അധികാരം ബാക്കിയുള്ളതേ അമ്പലത്തിലും പള്ളിയിലും മാത്രമാ. അതും കൂടെ പോയി കഴിഞ്ഞ പിന്നെ ആണുങ്ങളെ പൊടി പോലും കാണൂല. അത് നോർത്ത് വെച്ചു. നമസ്കാരം സാറേ. സാറേ, ആ വേലായുധ ചേട്ടന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വേലായുധ ചേട്ടന്റെ മോളുടെ കോളേജിൽ ഈ ആഴ്ച തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ഫീസ് കുറച്ച് കിട്ടും. നാളെ ഉച്ച കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് തരാം. ഈ മോള് പഠിച്ച ആളായിട്ട് വേണം കുടുംബം രക്ഷപ്പെടാനെന്ന് കരുതിയിരിക്കുകയാണ് വേലായുധ ചേട്ടൻ. അല്ല, അതങ്ങനെ തന്നെ നടക്കും. ആ പെണ്ണും ഭയങ്കര പഠിത്തക്കാരിയല്ലേ. പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയ പിറ്റേന്ന് ജോലി കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പെമ്പിളരെ പിടിച്ചാ കിട്ടൂല സാറേ. ഈ പെണ്ണുങ്ങൾക്കാണ് ആണുങ്ങളെക്കാൾ കഴിവുള്ളത് എന്ന് പറയുന്നതിനെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? അല്ല, അങ്ങനെ ഇപ്പൊ ചോദിച്ചാ നമുക്ക് ഭാമ പറയുക, പെണ്ണുങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കാതെ പിടിച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് ആണുങ്ങൾ വലിയ ആളുകളായതെന്നും ഇല്ലെങ്കിൽ ഈ നാട്ടിലെ ആണുങ്ങളുടെ പൊടി പോലും കാണില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു. ഭാമയ്ക്ക് മാത്രമല്ല അത്തരം അഭിപ്രായമുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിലെ കാഞ്ചനയും സ്വയംപ്രഭയും ഇതേ വാക്കുകൾ പറഞ്ഞു. അവസരം കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം പെണ്ണുങ്ങൾ കഴിവ് തെളിയിച്ചു, ആണുങ്ങൾ പെണ്ണുങ്ങളുടെ അയലത്ത് പോലും എത്തില്ലെന്ന്. എന്റെ സാറേ, ഇതൊക്കെ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ കുറെ കാലങ്ങളായി പറഞ്ഞോണ്ട് നടക്കയില്ലേ. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. പുസ്തകം വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് ജയിക്കാൻ ഇവരെ കൊണ്ട് പറ്റുമായിരിക്കും. പക്ഷേ ഒരു തെങ്ങിന്റെ ചൂട് കളക്കേണ്ടി വന്നാലോ, ഒരു 25 കിലോ സാധനം എടുത്ത് ചുമക്കേണ്ടി വന്നാലോ? എന്തിനധികം പറയുന്നു? ഇപ്പൊ വഴിയിൽ ഒരു പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലാനുള്ള ധൈര്യം ഏതെങ്കിലും പെണ്ണുങ്ങൾക്കുണ്ടോ? ഏത് മുന്തി ആഫീസർ ആണെന്നുണ്ടെങ്കിലും പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പെണ്ണുങ്ങൾ പറയും. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇങ്ങനെ വീമ്പ് പറയാൻ കൊള്ളാം സാറേ. പിന്നെ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ വേലായുധ ചേട്ടന്റെ കാര്യം ഒരു മിനിറ്റ് നമുക്ക് ഇവിടെ. ശരി ശരി. അതെ, സാറിന്റെ ഒരു സഹായം എനിക്ക് വേണം. ഈ കട്ടിലൊന്ന് മാറ്റിത്തരണം. എന്തിന്? ഈ കട്ടിൽ ഇത്ര നാൾ ഇവിടെ കിടന്നത്, ഇനി അവിടെ തന്നെ കിടന്നാൽ മതി. അയ്യോ, കട്ടിൽ ഇവിടെ തന്നെ കിടന്നോട്ടെ. പക്ഷേ എനിക്കിപ്പോ ഈ മുറി ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കണം. തൽക്കാലത്തേക്ക് ഈ കട്ടിലൊന്ന് മാറ്റി തന്നാ മതി. പുസ്തകം വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് ജയിക്കാൻ ഇവരെ കൊണ്ട് പറ്റുമായിരിക്കും. പക്ഷേ ഒരു തെങ്ങിന്റെ ചൂട് കളക്കേണ്ടി വന്നാലോ? സാറിന്റെ അടുത്താണ് പറഞ്ഞത്. ഇതിന്റെ സൈഡിൽ ഒന്ന് പിടിക്ക്. ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മൂല എനിക്ക് വൃത്തിയാക്കാം. വാ. ഈ കട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റണം അല്ലേ? അതായത് നീ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ. ഇനി മോനോട്ട് പോയിക്കോ. തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാട്ടാ. എന്താ? ഈ കടൽ ആദ്യം ഇവിടെയാണല്ലോ കിടന്നത്. പക്ഷെ ഇത് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ നിനക്ക് അപ്പുറം ഇപ്പുറമൊക്കെ തൂക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ടാണല്ലോ നീ എന്നെ വിളിച്ചത്. ചുമ്മാ തമാശ കളിക്കാതെ ഇതൊന്ന് മാറ്റിയിട്ടതാ. എനിക്ക് പറ്റൂല. ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആണുങ്ങളെക്കാൾ വൃത്തിയായി ചെയ്യാൻ അറിയാവുന്ന ഒരു മഹിളാരത്നമാണല്ലോ നീ. അതായത് ഈ കട്ടില് മാറ്റാൻ നിനക്കൊരവസരം തന്നു കഴിഞ്ഞാൽ നീ എടുത്തങ്ങ് മറിച്ചു കളയും. ഞാൻ എങ്ങനെയാ മാറ്റുന്നേ? എന്താ കുഴപ്പം? ആണാ ഞാനത് ചെയ്തല്ലോ. അപ്പൊ പെണ്ണായി നീ അതിലും ഭംഗിയാ ചെയ്യണമല്ലോ. ഞാൻ പിടിച്ചില്ല. ഇതെങ്ങനെയാ മാറുന്നത്?
ഇട്ടുതടി പണിത് വെച്ചിരിക്കുന്ന ഒരു സാധനമല്ലേ ഇത്? ഇതിന് എന്തൊരു വെയിറ്റാ? അപ്പോ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് പറ്റില്ല. ഇത് അങ്ങനെയല്ല. ശരീരബലം ആണുങ്ങൾക്ക് തന്നെയാ കൂടുതലും. പക്ഷേ അതല്ല കഴിവിന്റെ മാനദണ്ഡം. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പെണ്ണുങ്ങൾ മുന്നിലാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരി, അപ്പൊ നീ ബുദ്ധി ഉപയോഗിച്ചതങ്ങ് മാറ്റ്. എനിക്ക് നേരമല്ല. മോനേട്ടാ, വെറുതെ ഒച്ചുണ്ടാക്കാതെ കഴിവതിലേക്ക് ഭാമേ. നിനക്ക് എന്തുമാത്രം ബുദ്ധിയുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ മോനേട്ടാ, ബുദ്ധി ഉപയോഗിക്കും, ബുദ്ധി ഉപയോഗിക്കും. മോനേട്ടാ. അയ്യോ, എന്നെ അങ്ങനെ തോപ്പിക്കാന്ന് വിചാരിക്കല്ലേ. അയ്യോ, സംഗതി ഏറ്റു. ഏ അവൾ എന്നെ വിളിച്ചത് കട്ടിൽ പിടിച്ച് മാറ്റിയിടാനാ. ഓ, ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാൾ സാമർഥ്യം ഉണ്ടല്ലോ, നീ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റ് എന്ന്. ആ വലിയ കട്ടിൽ ഒറ്റയ്ക്ക് മാറ്റുമെങ്കിൽ കുറേ പാടുപെടും. അത് കലക്കി സാറേ. ദേ സാറേ, പിന്നെ പെണ്ണുങ്ങളൊക്കെ വലിയ സംഭവമാണെന്നുള്ള കാര്യം അവര് തന്നെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ? പിന്നല്ലാതെ. സത്യത്തിൽ കയ്യൊന്ന് പോക്കേ, ശക്തിയാണ് ഏറ്റവും പ്രധാനം. ഈ ആണുങ്ങൾക്കുള്ള ശക്തിയുടെ പകുതി പോലും പെണ്ണുങ്ങൾക്ക് ഇല്ലല്ലോ. വക്കീലിപ്പോ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലായി കാണും. അപ്പൊ സാറേ, ഈ വേലായുധ ചേട്ടന്റെ വരുമാന സർട്ടിഫിക്കറ്റ് നാളെ വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ശക്തിയാണ് എല്ലാത്തിന്റെ പ്രധാനം. ശക്തി ഇല്ലെങ്കിൽ എല്ലാം പോയി. പിന്നെ നീ മുറി കടിച്ചു വരെ കഴിഞ്ഞോ? ഞാൻ നിർത്തി. നിർത്തി എന്ന് പറഞ്ഞാൽ പോരാ, തോറ്റു എന്ന് സമ്മതിക്കാനാണ് അന്തസ്. ഇതിലെന്താണോ ഇത്ര തോൽവി? ഇതിന്റെ തോൽവിയല്ലേ? അവസരം കിട്ടിയാൽ ആണുങ്ങൾ ചെയ്യുന്നതൊക്കെ പെണ്ണുങ്ങളും ചെയ്യുമെന്ന് നീ പറഞ്ഞു. നിനക്ക് ഞാൻ മനോഹരമായ ഒരു അവസരം തന്നു. പറഞ്ഞ വാക്കിന് വില ഉണ്ടായിരുന്നെങ്കിൽ നീ ആ ജോലി ചെയ്ത് കഴിവ് തെളിയിക്കാണ് വേണ്ടിയിരുന്നത്. അതിനുള്ള മറുപടി ഞാനും പറഞ്ഞിരുന്നു. ശരീരശക്തി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെയാണ്. ബുദ്ധി ഉപയോഗിച്ചുള്ള കാര്യത്തിലാണ് ആണുങ്ങളെക്കാട്ടിലും നല്ലത് പെണ്ണുങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ മാറ്റി പറയരുത്. ഈ കളിയിൽ തോറ്റു എന്ന് സമ്മതിക്കൂ, അതാണ് അന്തസ്. എനിക്ക് ആഫീസിൽ പോള. ചായ ഇല്ല. ഇല്ലേ? ഇല്ല. എന്താ? പെണ്ണുങ്ങളെക്കാട്ടിലെ സാമർത്ഥ്യം ആണുങ്ങൾക്കല്ലേ? അനുഭവം പൂരെ കണ്ടുപിടിച്ചത് ആണുങ്ങളല്ലേ? അപ്പൊ പിന്നെ ഒരു ചായ ഉണ്ടാക്കാൻ എന്താ ഇത്ര വലിയ പാട്? വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കുടിച്ചോ. ഇതോടത്തന്നെ ഞാനും നീയും തമ്മിലുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിൽ ചായ ഉണ്ടാക്കില്ല എന്ന് പറയുന്നത് എവിടത്തെ മര്യാദയാണ്? ഈ വീട്ടിൽ ഞാനും മോഹനേട്ടനും മാത്രമല്ലേ താമസക്കാര്? ഇവിടുത്തെ മുറി വൃത്തിയാക്കേണ്ടത് എന്റെ ആവശ്യം പോലെ തന്നെ മോഹനേട്ടന്റെ ആവശ്യമല്ലേ? പക്ഷേ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ ഒരു ലോക സത്യത്തിന്റെ പേരിൽ മോഹനേട്ടൻ എന്നോട് മുഷ്ക് കാണിച്ചു. കട്ടില് ഞാൻ ഒറ്റയ്ക്ക് മാറ്റണോന്ന്. അപ്പൊ പിന്നെ ചായ മോഹനേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കണോന്ന് ഞാൻ പറഞ്ഞതിൽ എന്താ മോഹനേട്ടൻ എത്ര തെറ്റ്? മോഹനേട്ടാ, കയ്യൂക്കിന്റെ പേരിൽ ആളാവുന്നത് സംസ്കാരമില്ലാത്ത ഏർപ്പാടാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാട്ടിലും ശക്തിയുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ആണുങ്ങൾക്കും മോഹനേട്ടനെക്കാട്ടിലും ശക്തി ഉണ്ടാവും. അതുകൊണ്ട് മാത്രം അവര് വലിയ ആളുകളാവോ? ആഹാ, അങ്ങനെയാണെങ്കിൽ IAS കാരെക്കാട്ടിലും ഡോക്ടർമാരെക്കാട്ടിലൊക്കെ വലിയ ആളുകൾ ഗുണ്ടകളാവുമായിരുന്നല്ലോ. നീ ചായ ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഒരു കാരണവശാലും ഉണ്ടാക്കാൻ പോകുന്നില്ല. മോഹനേട്ടന്റെ സാമർത്ഥ്യം ഞാനൊന്ന് കാണട്ടെ. ഞാൻ ഉണ്ടാക്കാതെ ഒരു ചായ കുടിക്കുന്നത് എനിക്കിന്നൊന്ന് കാണണം. അതിനൊരു പ്രയാസമില്ല. കൃഷ്ണൻകുട്ടിയുടെ ചായ കിടച്ചെന്ന് ഒരു ചായ ചോദിച്ചാ ചായ തരും. ഓ, ഇന്ന് മുതൽ ഞാൻ അവിടെ ചാടിച്ചോളാം. തോപ്പിക്കാൻ നോക്കല്ലേ, തോപ്പിക്കാൻ നോക്കല്ലേ. പക്ഷേ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കാശ് കൊടുക്കേണ്ടി വരും ഈ സാറ്. എനിക്ക് അന്തസ്സുള്ളൊരു ജോലിയും വരുമാനവും ഉണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പണം മുടക്കി സാധിക്കാൻ പറ്റുമല്ലോ എനിക്ക്. അതാണല്ലോ നമ്മൾ പണം ഉണ്ടാക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. എന്താ പ്രഭാത രാവിലെ? ആഫീസ് കാര്യം വല്ലതുമാണെങ്കിൽ ആഫീസിൽ വരണമെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ വീടാണ്. അയ്യോ, ഞങ്ങൾ ആഫീസുകാരത്തൊന്നും വന്നതല്ല സാറേ, വക്കീൽ വിളിച്ചിട്ട് വന്നതാ. ഓ, അപ്പൊ അവകാശനായിരുന്നല്ലോ.
കല്യാണ കേസാണോ ചീട്ടുള്ള കേസാണോ? രണ്ടാണെങ്കിലും ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കേസിന്റെ കാര്യമൊക്കെ വക്കീൽ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ പോയി പറയണം. ആഹാ, നിങ്ങൾ വന്നായിരുന്നോ? ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ അപ്പുറത്തെ കവല നിപ്പുണ്ടായിരുന്നു. ഓ, അത്യാവശ്യമാണെന്ന് വക്കീല് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോകുന്നതാ. ഒരു മിനിറ്റ് മോനട്ടാ, ഒന്ന് മാറോ. അത്യാവശ്യം തന്നെയാ. ഞാൻ രാവിലെ തൊട്ട് ഈ വീട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഇവിടുന്ന് കയറി ചെല്ലുമ്പോ അങ്ങേയറ്റത്ത് ഇടതുവശത്തുള്ള മുറിയില് ഒരു വലിയ കട്ടില് കിടപ്പുണ്ട്. അത് മാറ്റാതെ എനിക്ക് അടിച്ചു വരാൻ പറ്റുന്നില്ല. എന്താ അതിന്റെ വെയിറ്റ് എന്ന് നിങ്ങളെ പോലുള്ളൊരു വിചാരിച്ചാലേ അതൊന്ന് മാറ്റാൻ പറ്റും. ചെല്ല്, അങ്ങേയറ്റത്തെ മുറിയാണേ. വക്കീലും കൂടെ വാ. എങ്ങോട്ടാ മാറ്റുന്നതെന്ന് പറയാം. ഞാനിപ്പോ വരാം, നിങ്ങൾ ചെല്ലേ. എന്താ അതിന്റെ ഉദ്ദേശം? കട്ടില് മാറ്റാൻ സഹായിക്കാവോന്ന് ഞാൻ ചോദിച്ചു. എന്നോടല്ലേ? അപ്പൊ മോഹനേട്ടൻ എന്നോട് പറഞ്ഞു, ആണുങ്ങൾ ചെയ്യുന്നതെല്ലാം പെണ്ണുങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തന്നെ അത് മാറ്റണമെന്ന്. അതെ, മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരീരബലത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, ബുദ്ധി ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് എന്ന്. അപ്പോൾ മോഹനേട്ടൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ബുദ്ധി ഉപയോഗിച്ച് കട്ടിലൊന്നും മാറ്റി കാണിക്കേ എന്ന്. ഞാൻ നേരെ പോയി പ്രഭാകരൻ ചേട്ടന് ഫോൺ ചെയ്തു. അപ്പോൾ പ്രഭാകരൻ ചേട്ടൻ വന്നു, ഇനി ആ കട്ടിലെടുത്ത് മാറ്റും. അങ്ങനെയാണ് ബുദ്ധി ഉപയോഗിച്ച് കട്ടിലെടുത്ത് മാറ്റുന്നത്. പൈസ കൊടുക്കണം. രണ്ടുപേർക്കും 400 രൂപ വെച്ച് 800 രൂപ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മോനോട് കൊടുക്കണം. 10 പൈസ തരില്ല എന്ന് പറഞ്ഞ എങ്ങനെ മോനട്ടാ? ഞാൻ ചായ ഉണ്ടാക്കിയില്ലെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി ചായ കുടിക്കുമെന്ന് മോഹനേട്ടൻ എന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് കാശ് ഒരുപാട് ചെലവാകില്ലേ എന്ന്. അപ്പോൾ മോഹനേട്ടൻ പറഞ്ഞു, അങ്ങനെ ചെലവാക്കാനായിട്ടാണ് അധ്വാനിച്ച് ഞാൻ കാശ് ഉണ്ടാക്കുന്നത് എന്ന്. ചായ കുടിക്കാൻ മാത്രമായിട്ട് കാശ് ചെലവാക്കിയാ പോരല്ലോ. പോരാ, സ്വന്തം വീട് വൃത്തിയായിട്ട് കിടക്കാൻ കൂടി കാശ് ചെലവാക്കണം. ഇതൊരു 800 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. മോഹനേട്ടൻ തന്നെ കൊടുക്കണം. ഞാൻ കൊടുക്കില്ല. കൊടുക്കാതിരുന്നാൽ അവരിവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും, നാട്ടുകാരൊക്കെ കൂടും, നാണക്കേടാവും. കൊടുക്കാതെ വേറെ വഴിയൊന്നുമില്ല സാറേ. ഇതെല്ലാം മോനോടാണ് വരുത്തി വെച്ചല്ലേ. ബുദ്ധി ഉപയോഗിച്ച് കട്ടിൽ നീ മാറ്റ എന്നെ വെല്ലുവിളിച്ചു. ഞാനും അത് മാത്രമേ ഇവിടെ ചെയ്തുള്ളൂ. 800 എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പിണങ്ങാതെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. 800 രൂപ പോയിട്ട് 1 രൂപ പോലെ അവർക്ക് കൊടുക്കണ്ട. പ്രഭാകരൻ ചേട്ടന്റെ യൂണിയൻകാരുടെ കേസ് വാദിക്കുന്നത് ഞാനല്ലേ. അപ്പൊ പിന്നെ അവരെന്നോട് കാശ് ചോദിച്ചു. ദീർഘനിശ്വാസം വിട്ടു. അതെ, ഇനി നിങ്ങൾ സമ്മതിക്കുവോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാട്ടിലും ബുദ്ധി ഉണ്ടെന്ന്? അങ്ങനെ സമ്മതിക്കാതെ പറ്റില്ല. എനക്ക് ബുദ്ധിയുണ്ടോ സമ്മതിക്കാം. അതുപോലെ ആണുങ്ങൾ കേമന്മാരാണെന്ന മോഹനകൃഷ്ണന്റെ വാദങ്ങളൊന്നും ചിലവാകാൻ സാധ്യതയില്ലാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് സമ്മതിച്ചേ പറ്റൂ. മാറ്റങ്ങൾ മനസ്സിലാക്കാനും അംഗീകരിക്കാനും പറ്റാത്ത പുരുഷ കേസരികൾ മോഹഭംഗം മൂത്ത് മനോരോഗികളാവാതിരിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.